എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനാവില്ല. അപ്പോൾ കൂടിയ ഷറിങ്ങൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. പടച്ചോനെ എന്താപ്പം ഇതിൻ്റെ കഥ, മനസ്സിലായോ? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാണ് ഇത് തകർത്ത് ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത്. ഇപ്പം എത്ര കേസാറിയോ? റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ, 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിൻ്റെ വക്കിലാണ്. നാളെ രാവിലെ ജപ്തി വരുമോ എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം. PV അൻവറിനെ തകർക്കാം. എങ്ങനെയാണ് തകർന്നത്? ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ IPS ലോബി, ഇവിടുത്തെ IAS ലോബി, ഇവിടുത്തെ IFS ലോബി, ഇവിടുത്തെ RSS, കേന്ദ്ര ഗവൺമെൻറ്, LDFിലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകൾ, ഈ പറയുന്ന സംഘം, ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി 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 എന്നെ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായ ഇടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ ഇട്ട അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. അത് കോടികൾ PV അൻവറിൻ്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പം ആയതല്ല. അപ്പോൾ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും ഒരു സാധുവിന് കൊടുക്കാമല്ലോ, കൊടുത്തൂടെ? ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലും ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യ ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരടി പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കുക. ഏതായാലും ആകെ കട. ഇപ്പം ഈ രാവിലെ ഈ വാതിൽ തുറക്കാൻ പേടി. എനിക്കറിയാം മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ PV അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. അറിയാം നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ്, ഒരു മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത പടച്ചോനറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പം എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പം ഞാൻ ഈ ജനങ്ങളോട് ഇപ്പം എന്താ പറയുക, അൻവറിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നതാണ്. ഞാൻ പോലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊടുത്താൽ നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ. അപ്പം മത്സരിക്കണം ഇതിനെ പോരാടണമെന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞാൽ അൻവറാക്ക ഞാനൊരു 25,000 റുപ്യ ഉണ്ടായിത്തരാം, ഞാൻ 50,000 ഉണ്ടായിത്തരാം, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് 2 ലക്ഷം ഉണ്ടായിത്തരാം. ആരാ ഈ പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ? നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഈ വാർഡിലെ കാര്യം ഞങ്ങളേറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട, പൈസയും തരണ്ട. മനസ്സിലായോ? അപ്പം അതുപോലെ അറിയാം. ആർക്കറിയാം? 2 കൂട്ടർക്കും അറിയാം. അൻവറിൻ്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ തള്ളുകയാണ്. ഇവൻ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഇവർക്കറിയാം. അത് 2ാമത്തെ ഭാഗം. അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായനാണ്. ഈ 2 കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പോൾ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. മനസ്സിലായോ? എൻ്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ, അപ്പം ടാപ്പിൻ്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അൻവറാക്ക 3 ബൂത്തിൻ്റെ കാര്യം ഞങ്ങളേറ്റ്. ഞങ്ങളെ കൂട്ടത്തിലെ 4 എണ്ണത്തിനെ പുലി കടിച്ചു എന്ന്, ആന ചവിട്ടിക്കൊന്ന്. ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും, ഓല് പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഗതി. ഞാൻ എന്ത് ചെയ്യും? 100%. VD സതീശൻ മാത്രമല്ല, ആ VD സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം.
പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. PV അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി PV അൻവറിൻ്റെ രാഷ്ട്രീയം ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ വിവരം കിട്ടിയ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും. ഞാനിനിയില്ല, UDF ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷേ എനിക്ക് ശേഷിയില്ല.